Hello, welcome back to my channel. Today we are continuing the properties of continuous random variable. Today we can do a problem. The problem is the diameter of an electric cable, say x, is assumed to be a continuous random variable with probability density function f of x is equal to 6x into 1 minus x for 0 less than or equal to x less than or equal to 1. The question is, check that the above f of x is a probability density function. That is the first part. And next is determine a number b such that probability of x less than b is equal to probability of x greater than or equal to b. In this first part they are asking, check whether this f of x is a probability density function. So what you do is, first there are two properties there are two properties to check whether f of x is a probability density function. First property is it should be positive or equal to 0. F of x greater than or equal to 0. Second property is integral minus infinity to plus infinity f of x dx is equal to 1. Here first property is clearly positive because it is obeying, because f of x is positive in the interval 0 to 1. So f of x is greater than or equal to 0. Second property, you have to check that integral minus infinity to plus infinity fx dx equal to 1. But in this case the question is defined for 0 to 1, so it is integral 0 to 1 എടുത്താൽ മതി. f of x dx equal to integral 0 to 1 6x into 1 minus x dx. Integrate this, you will get the answer is 1. Integrating 6x into ബ്രാക്കറ്റ് മാറ്റുക, 6x minus 6x squared dx എന്ന് കൊടുക്കുക. 6 പുറത്തേക്ക് എടുക്കുക, എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ x squared by 2 ആണ്. അതുപോലെ 6 പുറത്തേക്ക് എടുത്താൽ x squaredൻ്റെത് x cubed by 3 between the limit 0 to 1. Integrate ചെയ്താൽ you will get the value 1. So obviously the probability density function given in this question, that is f of x equal to 6x into 1 minus x, is a probability density function. Next question പറഞ്ഞിരിക്കുന്നത്, find a number b such that it obeys the relation probability of x less than b is equal to probability of x greater than or equal to b. Here f of x equal to 6x into 1 minus x is defined in the interval 0 to 1 ആണ്. അപ്പം രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. വാട്ട് ഇസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ബി. എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് 0 to 1 എന്നാണ്. അപ്പോൾ 0 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ വരുന്നത് ഇൻ്റഗ്രൽ 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്നിട്ട് രണ്ട് സ്ഥലത്തും എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കാണാം ഇൻ്റഗ്രൽ 0 to b 6x into 1 minus x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to b 6x into 1 minus x dx. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? രണ്ട് സൈഡിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, രണ്ട് സൈഡിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. യു വിൽ ഗെറ്റ് എ റിലേഷൻ 4b³ minus 6b² plus 1 equal to 0 എന്നത്. ചെക്ക് ഇറ്റ്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് കെ എക്സ് സ്ക്വയേർഡ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി പി ഡി എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി ഡി എഫ് ഈസ് ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയേർഡ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആൻഡ് റേഞ്ച് ഈസ് ഫ്രം 0 to ഇൻഫിനിറ്റി ആണ്. അപ്പം വി ക്യാൻ സ്റ്റാർട്ട്. എഫ് ഓഫ് എക്സ് ഈസ് എ പി ഡി എഫ്. എഫ് ഓഫ് എക്സ് പി ഡി എഫ് ആണ്. പി ഡി എഫ് ആണെങ്കിൽ കണ്ടിന്യൂസ് കേസിൽ എന്താ അതിൻ്റെ പ്രോപ്പർട്ടി? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് 1 ആണ്. ഇനി എഫ് ഓഫ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ എക്സ് സ്ക്വയേർഡ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ആസ് സച്ച് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ പഠിച്ചേ പറ്റൂ. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ കെയുടെ വാല്യൂ കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കെ എക്സ് സ്ക്വയേർഡ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ഫസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടുന്നു. ഇനി നിങ്ങൾക്ക് ഫർദറായിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം. അത് നോട്ട് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഹാഫ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഹാഫ്. എക്സ് ലെസ് ദാൻ ഹാഫ് എന്ന് പറയുമ്പോൾ 0 to ഹാഫ്, എന്നിട്ട് അതവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഹാഫ് ചെയ്ത് നോക്കാം. ആൻസർ ഈസ് 3/16 എന്നാണ് കിട്ടുന്നത്. പിന്നെ ഈ ക്വസ്റ്റിനും കൂടി ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ഗിവൺ
എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫ്. അതായത് ഈ ഒരു ഇതാണ് വരുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ ഇത് പി ആണ് പ്രോബബിലിറ്റി ഓഫ് ബി. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 3/4 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫ് അല്ലേ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് ആണ് വരിക. ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫ്. ഇനി നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ 3/4 എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫാണ്. അപ്പം 3/4 എക്സ് വലുതാണ്, ഹാഫിനെക്കാട്ടും വലുതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 3/4. അപ്പോൾ ഇതിനെക്കാട്ടാണ് എക്സ് വലുത് വരിക, എക്സ് ഗ്രേറ്റർ ദാൻ 3/4. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3/4 എന്ന് പറയുമ്പോൾ 3/4 to 1, ബിക്കോസ് റേഞ്ച് 0 to 1 ആണ്. ഗ്രേറ്റർ ദാൻ 3/4 പറയുമ്പോൾ 3/4 to 1 fx/dx. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ കിട്ടുന്നത് 7/16 ആണ്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഹാഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഹാഫ് ടു 1. അതും നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇൻറ്റഗ്രൽ ഹാഫ് ടു 1 2x/dx. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് 3/4 ആണ്. ഇത് രണ്ടും കൂടി നിങ്ങൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? മുകളിൽ 7/16 താഴെ 3/4 ആണ്. ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 7/12 ആണ് കിട്ടുക. ഇനി ഇത്രയേ ഉള്ളൂ. അടുത്ത ചാനലിൽ പറയാം. താങ്ക് യു.